തൻബീഹുൽ മുഖ്തരിൻ എന്ന കിതാബിന്റെ മൂന്നാമത്തെ സബഖ് മഹാരഥന്മാരായിരിക്കുന്ന സൂഫിയാക്കൾ ജീവിച്ച രീതി എന്തായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രതിവാദി വിഷയം. നമുക്കറിയാം. അപ്പോ ആ മഹാന്മാരുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഷാരാനി ഇമാം അവറുകൾ. ആ കൂട്ടത്തിൽ മഹാരഥന്മാരായിരിക്കുന്ന സഹാബാക്കളുടെയൊക്കെ മൊഴികൾ വരും. നമുക്ക് പരിശോധിക്കാം. മഹാന്മാരായിരിക്കുന്ന സഹാബാക്കൾ പ്രമുഖന്മാരിൽപ്പെട്ട ഒരാളാണ് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ഭരണത്തിൽ ജനങ്ങൾക്ക് ഭയങ്കര ഭയമായിരുന്നു. കാരണം സത്യമേ മഹാൻ പറയുള്ളൂ. മഹാൻ അങ്ങനെ സത്യത്തിന്റെ സ്വഭാവക്കാരനാവാൻ കാരണം എന്തുകൊണ്ടാണ്? അത് തസവുഫാണ്, മഹാന്റെ വറാണത്. നോക്കൂ, അത് പരിശോധിക്കാം. വഖദ് കാനൽ ഇമാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധിപനായ നമ്മുടെ അമീറുൽ മുഅ്മിനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്തായിരുന്നു? യുഫ്തിന്നാസ, ജനങ്ങൾക്ക് മഹാൻ ഫത്വ കൊടുക്കുന്നവരായിരുന്നു. ജനങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നൊരു മഹാനായിരുന്നു. അത് ആ മറുപടി കൊടുക്കുന്നതോടൊപ്പം മഹാൻ പറയുമായിരുന്നു. എന്താ പറയുക? ഹാദാ ഖൗലു ഉമറ ഫഇൻകാന സ്വവാബൻ ഫമിനല്ലാഹി വഇൻകാന ഖത്അൻ ഫമിൻ ഉമറ ഇൻദഹ. നോക്കൂ, ഇത് വല്ലാത്തൊരു തത്വമാണ്. നമ്മുടെ ഉലമാക്കളും നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ചോദ്യങ്ങൾക്ക് ഫത്വ നൽകുന്നവരുണ്ട്, മറുപടി കൊടുക്കുന്നവരുണ്ട്, ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നവരുമുണ്ട്. അവിടൊക്കെ നമുക്ക് വറവ് വേണം. നമ്മുടെ കഴിവെന്താണ്, നമ്മൾ ആരാണ് എന്ന് തെളിയിക്കാനല്ല അവിടെ ലക്ഷ്യം. അതിലൊക്കെ നമുക്ക് എന്ത് വേണം? വറവ് വരണം, സൂഫിസം വരണം. അതിനൊരു മൊഴിയാണ് ഇവിടെ ഇപ്പോൾ ഇമാം ഷാറാനി തങ്ങൾ ഉദ്ധരിച്ചു തന്നത്. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൊഴി. മഹാൻ പറയും, ഈ ജനങ്ങൾക്ക് ഫത്വ കൊടുത്തിട്ട് പറയും, ഹാദാ ഖൗലു ഉമർ, ഇത് ഉമർ പറഞ്ഞ വാക്കാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ഫഇൻകാന സ്വവാബൻ ഫമിനല്ലാഹ്, ഉമർ പറഞ്ഞ ഈ വാക്ക് ഇസ്ലാമികമായി യഥാർത്ഥമായി വന്നാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഉമറിന്റെ കഴിവല്ല. അള്ളാഹു സത്യത്തിലേക്ക് എന്നെ നയിച്ചു, അപ്പൊ അള്ളാഹു തന്റെ സത്യം എന്റെ നാക്കിലൂടെ വെളിപ്പെടുത്തി എന്നതിന്റെ അർത്ഥം. ഫഇൻകാന ഖത്അൻ, ഉമർ പറഞ്ഞ വാക്ക് ഇസ്ലാമിന് വിരുദ്ധമായി വന്നിട്ടുണ്ട് എങ്കിൽ ഫമിൻ ഉമർ, അത് ഉമറിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇസ്ലാമിനെ വിളിച്ചാർത്തരുത്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അത് ചേർത്തരുത്. അതിന് കുറ്റക്കാരൻ ഉമറാണ്. ഇത് പറയണമെങ്കിൽ എത്രത്തോളം ഈമാൻ ഉൾക്കൊള്ളണം, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇതാണ് സൽ സ്വഭാവം, ഇതാണ് സൂഫിസം, ഇതാണ് വേണ്ടത്. ഇന്ദഹ, ആ വാക്കവിടെ അവസാനിച്ചു. ഇങ്ങനെ മഹാനവറുകൾ പോക്കിരിയാണ് നമുക്കറിയാമായിരുന്നല്ലോ. ആർക്കും ഭയമുള്ളൊരു മഹാൻ. നബിന്റെ ഉടയെന്ന് തല അറുത്തെടുക്കുവാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ദാറുന്നദുവത്ത് എന്ന് പറഞ്ഞ ഓഫീസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ആ യോഗം കഴിഞ്ഞ് അത് ഏറ്റെടുത്തു വന്ന മഹാൻ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലെത്തി നബിയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് രണ്ട് വരിയായി, രണ്ട് പുലികളായി ജാഥ നയിച്ച് ദാറുന്നദുവത്തിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ ഭയവിഹ്വലരായി അവർ ഓടിമറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണത്? അതുവരെ ഉണ്ടായ സ്വഭാവമല്ല ഈ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു സ്വഭാവം. നബി തങ്ങളുടെ നുബുവത്താവുന്ന പ്രഭ കണ്ടുകൊണ്ട് ഈമാൻ ആവാഹിച്ചെടുത്തുകൊണ്ട് മഹാനവരുടെ കൽബാകുന്ന വിളക്കിൽ ഈമാനികമായ തിരി നബിയുടെ മുഖത്ത് നോക്കി, നബിയുടെ വാക്കിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ഇസ്ലാമിക ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈറ്റിന്റെ പ്രഭയാണ് മഹാനവറുകളെ ഇങ്ങനെ നയിച്ചത്. അതുകൊണ്ടല്ലേ മഹാൻ കരഞ്ഞിട്ട് മഹാനവറുടെ മുഖത്തിലൂടെ രണ്ട് കവിൾ ഭാഗത്തിൽ കൂടെ കറുത്ത കര വന്നു, കറുത്ത വര. എന്തുകൊണ്ട്? സ്വഭാവ മഹിമ കൊണ്ട്. തസവുഫാണതൊക്കെ, വറാണതൊക്കെ. അധികാരം ഏറ്റെടുത്ത സമയത്ത് മഹാൻ പറഞ്ഞില്ലേ, എന്നാര് ചൊവ്വാക്കും, എന്നാര് നന്നാക്കും എന്ന് ചോദിച്ചില്ലേ? എന്താ ചോദിക്കാൻ കാരണം? അവിടെ ഈമാന്റെ പ്രൗഢിയാണത്. വകദാലിക, ഇതേ പ്രകാരത്തിൽ തന്നെയാണ് കാന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു യുഫ്തി വയഖൂലു. ഇമാം അബൂ ഹനീഫ തങ്ങൾ എന്താണ്? മദ്ഹബിന്റെ പണ്ഡിതനാണ്. മദ്ഹബിന്റെ പണ്ഡിതൻ ആരായിരിക്കണമെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ എല്ലാ ഗുണങ്ങളും മൊത്തൊരു മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം അബൂ ഹനീഫ തങ്ങളും ഫത്വ നൽകുന്നവരും പറയുന്നവരുമായിരുന്നു. എന്താ പറയാർ? ഹാദാ അക്സറു മാ ഖദർനാ അലൈഹി ഫിൽ ഇൽമി, അറിവിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് കഴിയും?
ആ കഴിവിൽ അധികം ഇത് തന്നെയാകുന്നു. ഫമൻ വജദ ഔലഹ മിൻഹു ഫഹുവ ഔലാ ബിസ്വവാബി. ഞാൻ ഈ തന്ന മറുപടിയേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും ഇനി ഇസ്ലാമിൽ നിന്ന് അറിവിൽ നിന്ന് വളരെ വിശാലമായി ഇതിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും വല്ലതും കിട്ടിയാൽ എന്റെ വാക്ക് അവിടെ മാറ്റിവെച്ച് ആ വിശാലമായി കിട്ടിയ അറിവുണ്ടോ അതായിരിക്കും യഥാർത്ഥം, അതുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതൊക്കെ വിനയം കൊണ്ടേ പറയാൻ പറ്റുള്ളൂ, അല്ല കഴിയൂല. യഖൂൽ മഹാനവറുകൾ അധികവും പറയുമായിരുന്നു. എന്താ പറയാ? ആദിഹി ഫത്വ നുഅ്മാൻ. ഇതാ ഇത് നുഅ്മാന്റെ ഫത്വയാണ്, നുഅ്മാൻ നൽകിയ ഫത്വയാണ്. ഫൈൻകാനത്ത് സ്വഭാവം ഫമിനല്ലാഹ്. ഇത് യഥാർത്ഥമായി വരികയാണ് എങ്കിൽ അത് അല്ലാഹു തആല നൽകിയ മറുപടിയാണ് നമുക്ക് കരുതാം ഞാൻ മുഖാന്തരം. വൈൻകാനത്ത് ഖത്അൻ ഫമിനൻ നുഅ്മാനി. ഇനി ഈ ഫത്വ പിഴവായിട്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അല്ലാഹനെ കുറ്റപ്പെടുത്തരുത്, ദീന്റെ മേൽ ചാർത്തരുത്, അത് എന്റെ തെറ്റായിട്ട് നിങ്ങൾ പരിഗണിക്കണം. അപ്പൊ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അവർ ഈ കാര്യമൊക്കെ പറയുന്നത്. അതാണ് ഒരു കാര്യം പറയുമ്പോൾ 4 വട്ടമല്ല 10 വട്ടം ആലോചിക്കണം എന്ന് പറയുന്നത്. ആ ആലോചന വരണമെങ്കിൽ, അങ്ങനെ ഒരു വാക്ക് ഉദ്ധരിക്കണമെങ്കിലും പറയണമെങ്കിലും നല്ല വറവ് തന്നെ വേണം. ഇതേ അടിസ്ഥാനത്തിന്റെ മേലിലാണ് ഈ ഫത്വകളിലൊക്കെ ദുനിയാവിലും ആഖിറത്തിലും തുടർന്നു പോവുക. അങ്ങനെയായിരുന്നു മഹാന്മാരുടെ ജീവിതം. ഇത് നമ്മൾ അറിയേണ്ടതല്ലേ, പഠിക്കേണ്ടതല്ലേ? ഇതല്ലേ സൂഫീസം? അല്ലാതെ വേഷവിധാനമാണോ, കോലം കെട്ടലാണോ? അല്ല. ഇതെല്ലാം ഉദ്ധരിച്ച് തന്ന ശേഷം ഇമാം ഷാറാനി തങ്ങൾ പറയുന്നു, വഹാക്കഥ. ഈ 2 മഹാന്മാരെ അവിടെ എണ്ണിപ്പറഞ്ഞിട്ട് ഇനി എത്ര ഉദാഹരണം പറയാനുണ്ട്, ഇത് മതിയല്ലോ മനസ്സിലാവുന്നവർക്ക്. വഹാക്കഥ, അപ്രകാരം തന്നെ. യഖൂലു മുഅല്ലിഫു ഹാദൽ കിതാബ്, ഈ തംബീഹുൽ മുഖ്തറിൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് പറയുന്നു, വഅർജു മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? അയ്യകൂന ഹാദൽ കിതാബു, ഈ പരിശുദ്ധമാക്കപ്പെട്ടതായിരിക്കുന്ന ഈ ഗ്രന്ഥം ആവണം. എന്താവണം? കൽ മുബയ്യിനി ലിമൻ ദരിസ മിൻ അഖ്ലാഖിൽ ഖൗമി റളിയല്ലാഹു അൻഹും, മഹാന്മാരായിരിക്കുന്ന അല്ലാഹു തആലയുടെ ഔലിയാക്കൾ, സൂഫിയാക്കളായി ജീവിച്ച ആളുകളുടെ സ്വഭാവങ്ങളുണ്ട്. ഇസ്ലാമിക സ്വഭാവം, ശരീഅത്തുമായി ഇണങ്ങിയ സ്വഭാവം. ആ സ്വഭാവങ്ങളിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോയ എന്തൊക്കെയുണ്ടോ അതിനെ വ്യക്തമാക്കി തരുന്നത് പോലെ ആയിരിക്കണം ഈ കിതാബ്. എന്തിന്റെ ശേഷം? بعد الفترة التي حصلت بعد موت الأشياخ الذين أدركناهم في النصف الأول من القرن العاشر. 10ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ പകുതിയിൽ നമ്മൾ മനസ്സിലാക്കി എത്തിച്ചതായിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാരുണ്ട്. ആ മശായിഖന്മാരെല്ലാവരും മരിച്ചുപോയി. അവർ മരിച്ചുപോയതിന്റെ ശേഷം ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ജനങ്ങൾക്കൊരു സൽസ്വഭാവികളായി മാർഗദർശികളായി വാഴാൻ പറ്റുന്ന ആളുകൾ ഇല്ലാതെയായിപ്പോയി. അങ്ങനെ ഫത്രത്ത് സംഭവിച്ചു പോയി. പ്രവാചക ശൃംഖലക്ക് ഇടയിലൊരു മുറിവ് സംഭവിച്ചതുപോലെ ഈ സ്വഭാവങ്ങൾ നന്നാക്കി തരാൻ പറ്റുന്ന ആളുകൾ ഇല്ലാതെയായിപ്പോയി. അങ്ങനെ ഉണ്ടായതായിരിക്കുന്ന ഒരു ഫത്രത്തോടെ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ ഫത്രത്തിന്റെ ശേഷമാണ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ തേഞ്ഞു മാഞ്ഞു പോയത്. ആ തേഞ്ഞു മാഞ്ഞു പോയ സ്വഭാവങ്ങളെയെല്ലാം വെളിപ്പെടുത്തുന്ന പോലെയായിരിക്കണം ഈ കിതാബ്. വഖദ് അദ്റക്നാ ബിഹംദില്ലാഹി തആല നഹവ മിൻ മിഅത്തി ശൈഖിൻ, ഒരു 100 ചില്ലുവാനം ശൈഖന്മാരുമായി അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്ത ആ 100 ചില്ലാനം വരുന്ന ശൈഖന്മാർ, കുല്ലു വാഹിദിൻ മിൻഹും, അവരിൽ ഓരോരുത്തരും യുസ്തസ്ഖാ ബിഹി അൽ ഗൈസ്, മഴയില്ല എങ്കിൽ മഴയ്ക്ക് വേണ്ടിയിട്ട് അവരെ മുൻനിർത്തി മഴ തേടപ്പെടാൻ പറ്റുന്ന ആളുകളായിരുന്നു അവരൊക്കെ. ആരെപ്പോലെ? സയ്യിദി അലിൽ മർസഫി, ഒ സയ്യിദി മുഹമ്മദ് ഷനാവി, ഒ സയ്യിദി മുഹമ്മദ് ബിൻ ദാവൂദ്, ഒ സയ്യിദി അബീ ബക്കർ അൽ ഹദീദി, ഒ സയ്യിദി അബ്ദുൽ ഹലീം ബിൻ മുസ്ലിഹ്, ഒ സയ്യിദി അബി സൂദ് അൽ ജാരി, ഒ സയ്യിദി താജുദ്ദീൻ അൽ സാക്കിർ, وسيدي محمد بن عنان، وسيدي علي الخواس وغيرهم ممن ذكرناهم في كتاب طبقات العلماء والصوفيات.
സൂഫിയാക്കൾ, ഉലമാക്കൾ എന്നിവയുടെ സ്ഥാനമാനങ്ങൾ വിവരിക്കുന്ന ഒരു കിതാബ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, തബഖാത്തുൽ ഉലമാ വസ്സൂഫി എന്ന പേര്. ആ കിതാബിൽ അവരെല്ലാവരും ഞാൻ എണ്ണി പറഞ്ഞു പോന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ അത്രയും ഉന്നതന്മാരായ ആളുകളായിരുന്നു. ഇവരൊക്കെ പോയി. ഈ കൂട്ടക്കാരും മുഴുവനും കാനു അലാ ഖദ്രിൻ അലീം ഫി സുഹദി വൽ ഇബാദത്തി വൽ വറഅ, സൂക്ഷ്മത, ആരാധന, പ്രപഞ്ചത്യാഗം എന്നിവകളിൽ വലിയ വലിയ സ്റ്റാൻഡേർഡിന്റെ മേൽ ഉള്ളവരായിരുന്നു അവരെല്ലാവരും. വഖഫിൽ ജവാരിഹുൽ ളാഹിറത്തി വൽ ബാത്തിനത്തി അൻ ഇസ്തിഅമാലിഹാ ഫീ ശൈഇൻ മിമ്മാ നഅഹുല്ലാഹു അൻഹു. അല്ലാഹു തആല തടഞ്ഞു വെച്ച, വിരോധിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളിൽ രഹസ്യ പരസ്യമായിരിക്കുന്ന അവയവങ്ങളുണ്ട്. ബാഹ്യമായി കാണുന്ന അവയവങ്ങൾ കണ്ണ്, മൂക്ക്, തൊള്ള, ചെവി, തല, കൈ, കാല്, ഇതെല്ലാം ഉണ്ടല്ലോ. ആന്തരികമായിരിക്കുന്ന അവയവങ്ങൾ കൽബ്, അതുപോലെ തന്നെ വയറ്, ലിംഗം, ഇതുപോലെയുള്ളതായിരിക്കുന്ന എല്ലാ അവയവങ്ങളെയും അവർ വേണ്ടാത്ത എല്ലാ കാര്യത്തൊട്ടും തടഞ്ഞു നിർത്തും. അങ്ങനെ തടഞ്ഞു നിർത്തുന്നതിലും അവർ ഉന്നതന്മാരായിരുന്നു. وكان أحدهم لا يقبل شيئا من أموال الولاة, ഭരണാധികാരിയുടെ സമ്പത്തിൽ നിന്ന് ഒന്നും സ്വീകരിക്കാത്തവരായിരുന്നു അവരെല്ലാവരും. ഒന്നും സ്വീകരിക്കൂല. വലൗ കാന ഫീ ഗായത്തിൽ ളീഖ്, അങ്ങേ അറ്റത്തെ പ്രയാസത്തിൽ അവർ കഴിഞ്ഞുകൂടിയാലും ഭരണാധിപന്മാരുടെ സമ്പത്തൊന്നും ഒന്നും അവർ വാങ്ങാറില്ല. ബൽ യത്വി അവരെങ്ങനെ നിൽക്കുക? വയറുകൾ അവർ ചുരുട്ടി വെക്കും, ഒന്നും നൽകില്ല. വിശന്ന് വലയും. ഏതുവരെ ചോദിച്ചാൽ ഹലാലായ മാർഗത്തിൽ വല്ലതും അവർക്ക് കിട്ടുന്നത് വരെ ഈ നില തുടരും. അങ്ങനെ ജീവിച്ച മഹാന്മാരാണവർ. വലം യകുൻ അഹദുൻ മിൻഹും യുആനി റുകൂബൽ ഖൈൽ, കുതിരസഞ്ചാരത്തിന്റെ പുറത്ത് സഞ്ചരിക്കുവാനുള്ള കാര്യം അവരിൽ നിന്ന് ഒരാളും നേരിടാറില്ല, അവർ കണ്ടെത്താറില്ല, അങ്ങനെ മാർഗം സ്വീകരിക്കാറില്ല. മലാബിസുൽ ഫാഖിറ, വളരെ പ്രൗഢിയും അന്തസ്സും കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളൊന്നും അവർ എടുക്കാറില്ല. അന്നത്തെ കാലത്ത് മുന്തിയവാനും കുതിരയല്ലേ, ഇന്ന് കാറ്, ഫ്ലൈറ്റ് ഒക്കെ പോലെ മുന്തിയ വാഹനമാണ് കുതിര. ആ മുന്തിയ വാഹനം സഞ്ചരിക്കണമെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. ഉന്നതമായിരിക്കുന്ന എല്ലാവർക്കും ഇടയിൽ പവർ പറയാൻ പറ്റുന്ന വസ്ത്രങ്ങൾ അവർ ധരിക്കാറില്ല. നഫീസ, വിലപിടിപ്പുള്ള, വിലമതിക്കാൻ കഴിയാത്ത കഫയോ, അതുപോലെ തന്നെ മങ്കിയോ, മന്തിയോ, കുന്തിയോ, ഇതൊന്നും അവർ കഴിക്കാറില്ല. ഇങ്ങനെയുള്ള ഇന്നത്തെ ഭക്ഷണത്തിന്റെ പേരുകളൊക്കെ, ഇതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല എന്നർത്ഥം. അതൊന്നും അവർക്ക് വേണ്ട. വലായത്ത് മുനഅമാത്തായിരിക്കുന്ന സ്ത്രീകൾ അവർ കല്യാണം കഴിക്കാറില്ല. അതായത് അഴകിലും പണത്തിലും സമ്പത്തിലും സുഖമായി ആറാടി ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, അവരെ വിൽക്കാൻ അവർ പോവാറില്ല, അവർക്കൊന്നും ശ്രദ്ധ വരുന്നില്ല. വളരെ മിനുഷമാർന്ന, വളരെ സുന്ദരമായിരിക്കുന്ന ഇരിപ്പിടങ്ങളുണ്ടെങ്കിൽ അവിടെ ഒന്നും താമസിക്കുവാനോ ഇരിക്കാനോ അവർ നോക്കൂല. സമയങ്ങളിൽ, അപൂർവ സമയങ്ങളിൽ ഹലാലിൽ നിന്നും വല്ലതും കിട്ടിയെങ്കിൽ മാത്രമല്ലാതെ ഒന്നും ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ദുന്യാവിന്റെ സകലമാന സുഖങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഹലാലായി തന്നെ ഒഴിവാക്കിക്കൊണ്ട് അല്പം മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ദീനിനു വേണ്ടി ജീവിച്ചു മരിച്ച ആളുകൾ, അവരായിരുന്നവരൊക്കെ. വകാലൽ മുലൂകു യുഅർദിഊന അലൈഹിം الرزق والجوال والمساميغ والمرتبات من بيت المال ويعبون ذلك. അന്നത്തെ കാലത്തുള്ള ഭരണാധിപന്മാർ ഇങ്ങനെയുള്ള മഹാന്മാരെ തേടി വരും. തേടി വന്നിട്ട് ആ മഹാന്മാർക്കുള്ള ഭക്ഷണങ്ങൾ ഓഫർ ചെയ്യും. അതുപോലെ തന്നെ മുന്തിയ വാഹനങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കും. വസ്ത്രങ്ങൾ, അതുപോലെ ബൈത്തുൽ മാലിൽ നിന്ന് അവർക്ക് കഴിയാനുള്ള സമ്പത്തുകൾ, അവർക്കുള്ള ശമ്പളങ്ങൾ, വേതനങ്ങൾ, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കും രാജാക്കന്മാർ. ഈ ഓഫറുകളും ഈ പ്രഖ്യാപനങ്ങളും രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ ഈ മഹാരഥന്മാരായ ആളുകൾ പറയും, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്കത് വേണ്ട. എന്നിട്ട് അവർ പറയുകയാണ് സധൈര്യത്തോടുകൂടെ, മാലു സുൽത്താൻ ഇന്നമാ ഹുവ മുഅദ്ദുൽ ലിസർഫിഹി ഫിൽ മസാലിഹി.
ഭരണാധിപന്മാരുടെ ഖജനാവിലുണ്ടാവുന്ന സമ്പത്തൊക്കെ അവർക്ക് ദൂർത്തടിക്കാനുള്ളതല്ല. അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ്. നന്മയുടെ വഴികൾ ഏതാണോ ആ വഴികളിലൂടെ തിരിക്കുവാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് സമ്പത്തുകൾ. ദീനിന്റെ നിയമങ്ങൾ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതാണ് ഈ പണങ്ങൾ. മുസ്ലിം സഹോദരന്മാരെ ഉപദ്രവിക്കുന്ന ആളുകളെ തട്ടു നിർത്താൻ പറ്റുന്നതായിരിക്കുന്ന ഇസ്ലാമിക സേനകൾ, അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് ഈ സമ്പത്തുകൾ. ഞങ്ങളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിൽ ആർക്കും ഒരാൾക്കും ഒരു ഉപകാരം ലഭിക്കുകയില്ല. ഞങ്ങൾക്കൊണ്ട് യുദ്ധമില്ല. ഞങ്ങളെക്കൊണ്ട് ദീന നിയമങ്ങൾ നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള പോക്കില്ല. ഇതൊക്കെ വിനയത്തോടുകൂടി പറയുകയാണ്. അതുകൊണ്ട് രാജാക്കന്മാർ ഞങ്ങൾക്ക് സമ്പത്ത് തരേണ്ടതില്ല. നമ്മളോ രാജാക്കന്മാരുടെ മുന്നിലേക്ക് എങ്ങനെല്ലാം ഓഫർ കിട്ടുമോ അതെല്ലാം തട്ടിയെടുക്കേണ്ട കുതന്ത്രം നനയുന്നവരാണ് നമ്മൾ. അത് പല നിലക്കും നമ്മൾ തട്ടിയെടുക്കുന്നവരാണ്. എന്തുകൊണ്ട്? നമുക്ക് ദുനിയാവ് വേണം, ദുനിയാവിൽ ജീവിക്കണം. ഇതാണ് നമ്മുടെ ചിന്ത. ആ ഒരു ചിന്ത കടന്നുകൂടുമ്പോൾ നമ്മൾ ആരിൽ നിന്നും പണം സ്വീകരിക്കും? എങ്ങനെയും സ്വീകരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വക്കാന അഹദുഹും യഖ്നഉ ബിൽ കസ്റത്തിൽ യാബിസതി യഹത്തുഹാ ഫിൽ മാഅ വയഗ്മിസുഹാ ബിമിൽഹിൻ വയക്തഫി ബിഹാ. നോക്കൂ, ഈ മഹാരഥന്മാരായ ആളുകൾ അവര് ഒരു ഉണങ്ങിയതായിരിക്കുന്ന ഒരു ഉണക്ക കഷ്ണം റൊട്ടിയോ പത്തിരിയോ മതിയോ. യഹത്തുഹാവിൽമായി ആ ഉണക്ക റൊട്ടിയെ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് പൊടിക്കുകയാണ് അവർ. എന്നിട്ട് സുഖാബിമിലുഹിൻ കുറച്ച് ഉപ്പും ഉണ്ടാവും. ഉപ്പും കൂട്ടി അതിനിട്ട് മുക്കും. എന്നിട്ട് മുക്കിയെടുത്തിട്ട് അത് കഴിച്ച് മതിയാക്കുകയാണ് അവർ. എങ്ങനെയുണ്ട്? നമുക്ക് കുറച്ച് കുളിച്ചാൽ മതിയാകൂല, കുറച്ച് കാണാൻ തീർക്കലേ പറ്റൂല, രുചില്ലെങ്കിൽ പറ്റൂല. ഇവരതല്ല. ഉണക്ക റൊട്ടി കിട്ടിയാൽ അത് വെള്ളത്തിലിട്ട് നനച്ച് പൊടിച്ച് ഉപ്പും ചേർത്ത് കഴിക്കുകയാണ്. അത് മതിവൽക്കുള്ള ഭക്ഷണം. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് എത്ര മല്ലിടേണ്ടതുണ്ട്, ഈ പ്രപഞ്ചത്തിന് അവർ എത്ര വെടിയേണ്ടതുണ്ട്. മിൻഹും നമ്മൾ പറഞ്ഞ ഈ മഹാരഥന്മാരിൽപ്പെട്ട രണ്ട് ഷെയ്ഖിനെ പറഞ്ഞുതരാം. അഷേഖു അമീനുദ്ദീൻ ഒമരി എന്ന് പറയുന്ന ആള്. അഷേഖു അമീനുദ്ദീൻ ഒമരി ഒന്ന്. രണ്ടാമത്തത് ഷെയ്ഖ് മുഹമ്മദുൽ മഗ്റബി ഷെയ്ഖുൽ ജലാലി സുയൂത്തി. നമ്മുടെ തഫ്സീറിന്റെ ഒരു മുസന്നിഫാണല്ലോ ജലാലി സുയൂത്തി. ആ മഹാനവറുകളൊക്കെ ഇങ്ങനെയുള്ള ജീവിതം നയിച്ചവരാണ്. അതുകൊണ്ടാണ് അവരിലൂടെ ഇന്നും ലോകം അവരെ വാഴ്ത്തപ്പെടുന്നതും അവരുടെ ഗ്രന്ഥങ്ങൾ ഇന്ന് പാരായണം നടത്തുന്നതും ആ പ്രഭ വീശുന്നതും. എന്തുകൊണ്ടാണ്? അവര് ദുനിയാവുന്ന ഇരുളിൽ നിന്നുകൊണ്ട് ഈമാനാകുന്ന പ്രഭയെ ആവാഹിച്ചെടുത്തുകൊണ്ട് അതിന് വേണ്ട ജയ്ത്തെണ്ണ ഒരുക്കി അവർ ജീവിച്ചു. അപ്പൊ ജയ്ത്തെണ്ണയാകുന്ന വിശ്വാസം ശക്തിയാക്കിയിട്ട് അതിനാൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൽമിന്റെ പ്രഭ മാത്രമാണ് അവർ കരഗതമാക്കിയത്. ഈ ഇരുട്ടാകുന്ന ദുനിയാവിൽ നിന്ന് അവർ ഈ ഇരുട്ടിനെ മാറ്റി അവരെന്താക്കിയെന്നറിയാമോ? ഇവിടെ പ്രഭയേകി. ആ പ്രഭയാണ് ഏകാനുള്ള കാരണം ഇത്തരം ത്യാഗം ചെയ്തതുകൊണ്ടാണ്. നോക്കൂ ഒരു കഥ. സുൽത്താനു കാബിതാബി എന്ന് പറയുന്ന കായിത്തബായി, കാബിതാബി അല്ല കായിത്തബായി മറത്ത്. ഒരിക്കൽ സുൽത്താൻ കായിത്തബായി എന്ന് പറയുന്ന ആള് മഹാനായ ജലാൽ സുയൂത്തിൻ തങ്ങളടുത്ത് വരികയുണ്ടായി. വന്നപ്പോ കാണുന്ന രംഗെന്താ? ഓവയഹുക്കുലു റഹീഫൻ യാബിസൻ. ഒരു ഉണങ്ങിയതായിരിക്കുന്ന ഒരു പത്തിരി മഹാൻ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബല്ലഗുഫിൽമായി ആ ഉണങ്ങിയ പത്തിരിയെ വായിലിട്ടിടും കീപ്പൊട്ട് പോവാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യുന്നറിയാമോ? വെള്ളത്തിലിട്ട് മുക്കുന്നു. വെള്ളത്തിലിട്ട് നനച്ചത് ഇങ്ങനെ തിന്നുകയാണ്. ഇത് കണ്ടു കായിത്തബായി ആയിരിക്കുന്ന രാജാവ്. അൽഫ ദീനാരിൻ. അപ്പൊ രാജാവിന്റെ പോക്കറ്റിൽ പണമുണ്ട്. രാജാവല്ലേ, അദ്ദേഹം 1000 സ്വർണ്ണ നാണയം മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾക്ക് വെളിവാ പിടിച്ചോന്ന് പറഞ്ഞു. അതപ്പാടെ മഹാനവർ പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ യാതൊരു ആവശ്യമല്ല, നിങ്ങൾ തന്നെ അത് എടുത്തോളൂ, എനിക്കത് വേണ്ട. എന്നിട്ട് അൻസദ സുൽത്താൻ. ഇത് കണ്ടപ്പോൾ, കാരണം രാജാവ് പരീക്ഷിക്കുമല്ലോ, നല്ലവരാര് നല്ല പണ്ഡിതനാരെന്നൊക്കെ മനസ്സിലാക്കും. അങ്ങനെ ഈ രാജാവിന്റെ ഈ പരീക്ഷണത്തിൽ
രാജാവ് തോറ്റു. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ വിജയിച്ചു. അപ്പൊ രാജാവ് പാട്ട് പാടിയപ്പോലു വിദ്യാഭ്യാസമുള്ളവരാവണ രാജാക്കന്മാരൊക്കെ. അപ്പൊ ആ രാജാവ് ഒരു പാട്ട് പാടുകയാണെന്ത് അങ്ങ് മതിയാക്കുകയാണല്ലോ ബില്ലുക്കുമ്മത്തിൽ ഒരു പിടി ഭക്ഷണം കൊണ്ട്, സുർബത്തിമായി ഒരു മുറുക്ക് വെള്ളം കൊണ്ട്, ഉരമുള്ള വസ്ത്രം ധരിക്കുന്നു, നല്ലതായി ധരിക്കുന്നില്ലല്ലോ. മുക്കുല്ലി അഫരിക്ക, എന്നാൽ നിങ്ങൾ അങ്ങയുടെ ബുദ്ധിയോട് പറയണം, മുലൂക്കില്ലറുണ്ട് രാജാക്കന്മാരൊക്കെ, ഭൂമിയുടെ രാജാക്കന്മാർ, റാഹു ബിയഷ്, അവരൊക്കെ നല്ല സുഖമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം എന്ന് പാടി. ഇത് പാടിക്കഴിഞ്ഞപ്പോൾ സുൽത്താൻ ആ ഭരണാധിപന് ഉത്ബോധമുണ്ടായി, കരച്ചിലും അനുഭവപ്പെടുകയുണ്ടായി. അൽഫ ദീനാർ, ഈ 1000 ദീനാർ ആ സുൽത്താൻ വഹിച്ചുപോയി. يسافرون من مصر أو الحجاز أو الشام إلى الروم أو العراق ليسألوا أن يرتب لهم السلطان زوالا أو مسموحا أو مرتبا. ഇത് വിശദീകരിച്ചിട്ട് മഹാൻ പറയുകയാണ്, ഈ മശായിഖന്മാരുടെ അവസ്ഥ എവിടെയാണ്, എത്രയോ അകലെയാണ്. ഈ മശായിഖ് ആദൻ, ഇക്കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന ഒരുപാട് മശായിഖന്മാരുണ്ട്. ഈ മശായിഖന്മാരും ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത മശായിഖന്മാരും എത്രയോ അകലെയാണ്. മിസ്റിന്ന് ഈ കാലത്തുള്ള ശൈഖന്മാർ യാത്ര ചെയ്യുന്നു. അവൽ ഹിജാസ് അല്ലെങ്കിൽ അറബിൽ കെട്ടിൽ നിന്ന്, അവിഷാം അല്ലെങ്കിൽ ഷാമിൽ നിന്ന് എവിടേക്ക്, ഇല റോം അവൽ ഇറാഖ്, ഇറാഖിലേക്കോ റോമിലേക്കോ പോകുന്ന യാത്ര. എന്തിന്? ഈ രാജ്യത്ത് നിന്നിട്ട് റോമക്കാരോടും ഇറാഖുകാരോടും അവർ ചോദിക്കാൻ വേണ്ടി, സുൽത്താൻ, അവിടെയുള്ള ഭരണാധിപന്മാർ ഇവർക്ക് ശമ്പളം നൽകണം, ഇവർക്ക് ക്രമീകരിക്കണം. എന്തിനെ? അജവാല, മുന്തിയ വാഹനങ്ങൾ, ഔ മസ്മൂഹൻ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, ഔ മുറത്തബൻ അല്ലെങ്കിൽ ശമ്പളം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടേക്ക് ചെല്ലുന്നവർ. എന്തോടുകൂടെ? ഇവർക്കൊക്കെ അവരുടെ നാട്, ഒന്ന് മിസ്ർ, ഒന്ന് ഹിജാസ് ഷാം, ഇവരുടെ നാട്ടിൽ തന്നെ അവർക്ക് മതിയാകോളം ധാരാളം ഉണ്ടായിരിക്കെ ഇതിൽ കൂടുതലായി അന്വേഷിച്ചു പോവുകയാണ്. ഇവരൊക്കെ ഷെയ്ഖന്മാരാണ്. വക്കാലൽ ഔലാബിഹിം, അപ്പോൾ ഇവരെ കൊണ്ട് ഏറ്റവും ബന്ധമായത് അനേകം ദാലിക, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ മേൽ വെളിവാക്കപ്പെടുമ്പോൾ ഇവർ ചെയ്യേണ്ട പണി എന്താ? അയറുദ്ദുഹു, അതവർ സ്വീകരിക്കാതെ മടക്കി വിടുകയല്ലേ വേണ്ടത്. വല്ലായുസാഹിമൂജുന്ദ സുൽത്താനി, ഭരണാധിപന്മാരുടെ സേനയോട് ഇവർ തർക്കിക്കാതെയും തിക്കും തിരക്കും ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. എന്ത് വിഷയത്തിൽ? ഈ മാലിൽ മസാലിഹി, നന്മയുടെ സമ്പത്തിൽ അത് രാജാവ് അവിടെ ചെലവഴിക്കട്ടെ, ഇതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതല്ല എന്ന് ചിന്തിക്കേണ്ടവരാണ് ഇവർ. ഏതുപോലെ? കമാ ദറജ അലൈഹി സലഫുഹുമുസ്സാലിഹു, രാജാക്കന്മാരുടെ മേലിൽ സലഫുസാലികളായിരിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയായിരുന്നു പ്രവേശിച്ചിരുന്നതും പോയതും അതുപോലെ ആയിരിക്കണം. ബൽ ലം നറ അഹദൻ മിൻ മുരീദിൽ മശായിഖില്ലദീന അദ്റക്നാഹും, നമ്മൾ മനസ്സിലാക്കി എത്തിച്ചതായിരിക്കുന്ന മശായിഖന്മാരെ ഉദ്ദേശിക്കുന്നവരിൽ ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. യുസാഫിറു മിൻ ബലദിഹി ഫി തലബി ദുനിയാ, ദുനിയാവിനെ തേടുന്ന വിഷയത്തിൽ ആ മശായിഖൻ മുരീദിന്റെ നാട്ടിൽ നിന്ന് യാത്ര പോകുന്നവരായിട്ട് ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. ഫാദിലൻ അൽ മശായിഖി, എന്തിനേറെ പറയുന്നു, ഒന്നുകൂടി കയറ്റി പറയാം, മശായിഖന്മാരെ പോലും നമ്മൾ കണ്ടിട്ടില്ല. അവരൊക്കെ അവരുടേതായിരിക്കുന്ന രീതിയിൽ നല്ല നിലക്ക് ജീവിച്ച് ദീനിന്റെ മാതൃക പുരുഷന്മാരായി ജീവിച്ചു. ഇന്നത്തെ ശൈഖന്മാർ പണമുണ്ടാക്കുകയാണ്. കാരണം അന്ന അവല ഖദമി യദഉഹു അൽ മുരീദു ഫി ത്വരീഖി അൻ യഖ്റുജ അമ്മാ ബിയദി മിന ദുനിയ വയർമിയഹു ഈ ബൈൽ ഇയാസി കമാ ഹുവ മഅലൂമുൻ. ആലോചിച്ച് നോക്കുക, ഒരു മുരീദ്, യഥാർത്ഥ മുരീദ്, ആദ്യത്തെ ചവിട്ടുപടി എന്തായിരിക്കണം വേണ്ടത്?
അവൻ ഈ ഹഖീഖാവുന്ന അള്ളാനെ മനസ്സിലാക്കാനും ദീനിന്റെ റൂട്ടിലും മശായിഖന്മാരുമായി പിന്തുടർന്ന് ഉദ്ദേശിക്കുന്ന അവന്റെ ആദ്യത്തെ പടി അവന്റെ കയ്യിലുള്ള ദുന്യാവ് മുഴുവൻ പുറപ്പെടുവിക്കണം, അവനെ വേണ്ടാന്ന് വെക്കണം. എന്നിട്ട് അള്ളാനെ കൊണ്ട് ആശ മുറിയുന്നു എന്നൊരു ചിന്ത വരണം. ആ ഒരു ചിന്തയാകുന്ന സമുദ്രത്തിലേക്ക് അത് വലിച്ചെറിയണം. അങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ആയിരിക്കണം ജീവിതം. ഇങ്ങനെ ജീവിക്കുന്നവരാണ് മുരീദും ഷെയ്ഖൊക്കെ. അല്ലാതെ ദുനിയാവിനെ തേടി നടക്കുന്നവർ അല്ലല്ലോ ഷെയ്ഖും മുരീദും. ഈ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇന്ന് ഒരുപാട് ത്വരീഖത്തുകളുണ്ട്, ഒരുപാട് മശായിഖന്മാരും മുരീദന്മാരുണ്ട്. അവരിലൊക്കെ അഭിപ്രായങ്ങളും അതുപോലെ ഭിന്നതകളും എതിർപ്പുകളും ആരോപണവും ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് വല്ലാതെ പരിശോധിച്ച് പോകുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടൊക്കെ ദുന്യവിയായ നേട്ടം കാണുന്നുണ്ട്. ആ ദുന്യവിയായ്ക്ക് നേട്ടം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ സൂഫീസം തസവുഫ് നടിച്ചിട്ട് ദുന്യാവ് നേടുക. അത് ശരിയല്ല എന്നാണ് മഹാനവറുകൾ ഇത്രയും പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു കഥ. ആ കഥ എന്താണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം.